ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ടെല്ലാം കിഴിക്കാത്തതിന് കിഴിയിലേക്ക് പോവാം. യെസ്, കട്ട മത്സരം. എന്ത് കിട്ടുമ്പോൾ ആര് വിജയിക്കും? എന്ത് കിട്ടുമ്പോൾ ആര് വിജയിക്കുന്നു? എന്ത് കിട്ടുമ്പോൾ നമ്മൾ വിജയിക്കും? പറ. ഫസ്റ്റ് ആണ് കിട്ടുന്ന സാധനത്തെ കുറിച്ച് ചിന്തിക്കട്ടെ. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, പറ, ഏതെങ്കിലുമൊക്കെ പറ. ഹിന്ദി. ഹിന്ദി ഉണ്ടോ? അതായത് ഹിന്ദി ഉണ്ടല്ലേ? ഹിന്ദി ഉണ്ടോ? ഹിന്ദി കിട്ടുന്നവർ വിജയിക്കും. ഹെഡ് എടുത്തോ, ഹെഡ്. കർത്താവ്യ ക്രിസ്മസ് ആണ്, മിന്നിച്ചേക്കണെന്ന്. ഫസ്റ്റ് കിഴി. ഓക്കെ. ഗെയിം ചേഞ്ചർ. അടിപൊളി. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ. 20 ദിവസം കൂടി എന്നുള്ള പോസ്റ്ററാണ്. നമ്മുടെ SJ സൂര്യയും രാംചരനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പോസ്റ്റർ. ഈ പോസ്റ്ററിന് ഭയങ്കര പ്രാധാന്യം കേട്ടോ. അത് ശങ്കർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ സാധനം ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ആവുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ, ഇവർ തമ്മിലുള്ള ഒരു ഫേസ് ഓഫ്. യെസ്, ആ സാധനമാണ് ഗെയിം ചേഞ്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, എന്താണെങ്കിലും കാത്തിരിക്കാം. ഓക്കെ, അടുത്ത കിഴി. ഇത് ആരടാ എഴുതിയത്? എന്താടാ എഴുതി വെച്ചിരിക്കുന്നത്? എന്തുകൂടാ ഉറങ്ങിയിരിക്കതല്ലേ? ചെറുതായിട്ട് ഇന്നലെ കരോള് പോയി വന്നതിന്റെ ക്ഷീണം. നിനക്ക് എന്താ നീ എന്താ വായിച്ചത്? കേച്ച് വെച്ച് മനസ്സിലാക്കി. കേച്ച് 237. പിന്നെ ഇനി അറിവ് വെച്ചിട്ട് പറയാം. എഴുതിയത് നോക്കണ്ട. എന്റെ പൊന്നെ, കാണാതിരിക്കാൻ അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. കേച്ച് 237, അതായത് അൻപറവ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കമൽഹാസനാണ് സിനിമയിലെ നായകൻ. ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ചിക്കാഗോയിൽ വെച്ചിട്ട് ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. അല്ലേ, ഇതാണ് ആ സ്റ്റില്ല്. അപ്പോൾ ചിക്കാഗോയിലൊക്കെ ഇതിൻ്റെ ലൊക്കേഷൻ നടക്കുന്നുണ്ട്. വലിയ സംഭവമായിരിക്കും, വലിയ പരിപാടി ആയിരിക്കും. അൻപറിവ് അത്ര നോക്കിയാൽ മതി, ബാക്കിയൊക്കെ അവരുടെ സംവിധാനത്തിൽ ആദ്യമായിട്ട് വരുന്ന സിനിമ. അടുത്തത് നമ്മുടെ അജണ്ട എന്തായിരുന്നു? ഹിന്ദി. സിക്കന്ദർ. കിണ്ടി തോറ്റ്. സിക്കന്ദർ സിനിമയിൽ സൽമാൻ ഖാൻ ഒരു മാസ്ക് വെച്ചിട്ട് വരുന്നല്ലേ? യെസ്, അതായത് ബിൽഡപ്പിന്റെ ആവശ്യമില്ല. അത് അവര് തന്നെ അത് ബിൽഡപ്പില് കൊടുത്തിരിക്കുള്ളൂ. ഞാനും വിചാരിച്ചു ഇതിനെന്താണ് ഇതിന് മാത്രം ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യം. അതൊക്കെ ഉണ്ട്. ആ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ സല്ലുബായ് ഫാൻസിന് അതൊരു സത്യം കേട്ടോ. ഇത് കേക്കാൻ നിൽക്കുന്ന കുറെ ടീംസ് ഉണ്ട്, പിന്നെ അവര് അറുപതിക്കുണ്ടാവും കേട്ടോ. മാസ്കിലൊക്കെ എന്തോന്നതാ, കിക്കില് വന്നാണെന്ന് തോന്നുന്നു എനിക്ക്. മാസ്ക് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത കിഴി. വിടാമുയർച്ചി. അജിത് കുമാർ നായകനാവുന്ന സിനിമയാണ്. സിനിമ പൊങ്കലിന് റിലീസാണ്. പക്ഷെ ഇതുവരെ അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഷെഡ്യൂൾ ബാക്കി ഉണ്ടായിരുന്നു. ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് ഷെഡ്യൂള്. തൃശ്ശയും അജിത്തും അത് തീർന്നു. ഇനി പറഞ്ഞുകൊണ്ട് വരരുത്, ഒരു ദിവസത്തെ കൂടി ഉണ്ട് അല്ലേ? ദയവ് ഇനി ആകെ 10-12 ദിവസമുള്ളൂ. മര്യാദക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യാൻ. ഫ്ലാസ്ക് സിനിമേന്റെ പൂജ കഴിഞ്ഞായിരുന്നു, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഷൈജു കുറുപ്പ്, പിന്നെ കൺവീൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ, അശ്വതി ശ്രീകാന്ത്, പിന്നെ ആരൊക്കെയായിരുന്നു? സിദ്ധാർത്ഥ് ഭരതൻ. ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. ഓക്കെ, അടുത്ത കിഴി. കിങ്. സെല്ലുബായി ഇവന്റെ ആണെങ്കിൽ കിങ് എൻ്റെ ആളാ. വെച്ചോണ്ടിരുന്നോ? കിങ് ആൻഡ് കിങ്. അടുത്തത് ഞാൻ ഇപ്പൊ എടുക്കും. ഓക്കെ, പോന്നോട്ടെ. കിങ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് സിനിമ സംവിധാനം ചെയ്യാൻ നിന്നിരുന്നത് സുജയ് ഘോഷായിരുന്നു. ആൾക്ക് പകരം സിദ്ധാർത്ഥ് ആനന്ദ് വരും എന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് റൂമർ. സിദ്ധാർത്ഥ് ആനന്ദ് റീപ്ലേസ് ചെയ്യുന്നു. ഇന്നോ നാളൊക്കെ ആയിട്ട് ഇതിന്റെ എന്തോ അപ്ഡേഷനൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അനൗൺസ്മെന്റോ. പക്ഷെ 27-ാം തീയതി നമ്മുടെ സെല്ലുബായിന്റെ എന്തായാലും വരും, സിക്കന്ദറിന്റെ ടീസർ. അടുത്തത് മഞ്ചേശ്വരം മാഫിയ. മലയാളത്തില് ആദ്യമായിട്ട് ഒരു സോംബി ഫിലിം. സംഭവം സോംബിയാണ്, അതിന്റെ കൂടെ കോമഡി ഉള്ളതുകൊണ്ട് സോമഡി. ശരിയാ, സോമഡി. അതിനകത്ത് വരുന്നത് ടോവിനോയും സുരാജ് വെഞ്ഞാറമൂടുമാണ് മെയിനായിട്ട് വരുന്നത്. ആൽബിൻ പോൾ അല്ലേ? ആൽബിൻ ആളാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആളുടെ കോമഡിയാണ്.
ഓക്കെ, എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സാധനം, കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നൊരു മുതലാണ്. ശരിക്കും ബാക്കി എല്ലാ ലാംഗ്വേജിലും ആ ഒരു സാധനം പിടിച്ചിട്ടുണ്ട് കേട്ടോ, സോംബി. അത് മലയാളത്തിൽ മാത്രമേ വരാതിരുന്നുള്ളൂ. എന്തിനാ ലേറ്റസ്റ്റ് വന്ന പുഷ്പ വരെ സോംബി ഉണ്ടായിരുന്നു. ആയിരുന്നില്ല, പക്ഷെ നിങ്ങൾ തെലുങ്കിലേതാ സിനിമ? പുഷ്പ 2. പിന്നെ തീർച്ചയായിട്ടും. ശരിക്കും മറ്റുള്ള സോംബികളൊന്നും ഒന്നുമല്ല. അതെ, അതിൽ 2 സോംബി ഉണ്ട്. ഒന്ന് ശ്രീവല്ലിയും പിന്നെ പുഷ്പയും. 2. അയ്യോ, ശ്രീവല്ലി എന്ന് പറയല്ലേ, കേൾക്കാൻ വയ്യ. ഓക്കെ, അടുത്തത് ആസിഫ് അലി നായകനാവുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ആകാൻ സാധ്യതയുള്ള സിനിമ ടിക്കി ടാക്ക. അതിന്റെ ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട്, ആള് വർക്കൗട്ട് ചെയ്യുന്നത്. അടുത്ത സാധനമാണ് മക്കളെ, വരട്ടെ. ചിന്തിക്കാൻ പറ്റുന്നില്ല എത്ര എണ്ണമാണെന്ന്. ഇങ്ങനെ വരുന്ന ടീസർ അല്ലെങ്കിൽ ട്രെയിലറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്ര പ്രോമിസിങ് ആയിട്ടുള്ള സിനിമകൾ വരുന്ന ഒരു ഇൻഡസ്ട്രി വേറെ ഉണ്ടാവില്ല സത്യമായിട്ടും. അതായത് അത് ഒരുപാടുണ്ട്. മലയാളത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാനുള്ളത് ഇഷ്ടം പോലെ, പുറത്തുനിന്ന് വേറെ. അതോടെ ശരിക്കും പറയാ പോക്കറ്റ് കാലിയാവട്ടോ. ഇതുവരെയുള്ള കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ലെവലിലൊന്നും അല്ല. ശരിക്കും പരിപാടി തീരും. ജനുവരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2 ലോണെങ്കിലും എടുക്കേണ്ടി വരും ഇതിന് മുന്നോട്ട് പോകണമെങ്കിൽ. കാരണം അത്ര സിനിമയാണ് ജനുവരി തന്നെ വരാനുള്ളത്. അടുത്തത് പിന്നെന്താ പറയുക, നമുക്ക് ആകെയുള്ള സന്തോഷം ഫുഡ് കഴിക്കുക സിനിമയാണ്. അതിനോളം വരുന്ന വേറെ എന്താ ഉള്ളത്? ആനന്ദം, പരമാനന്ദം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അടിപൊളി. അടുത്തത് സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. യെസ്. ഇവരുടെ കൊണ്ടല് മാത്രമല്ലേ ജസ്റ്റ് ഒന്ന് പാളിപ്പോയത്. കൊണ്ടല് അത് ഒരു എന്താ പറയാ, മറ്റൊരു രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. അതായിരുന്നു അതിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. അത് പ്രേക്ഷകർ മുന്നിലോട്ട് അത് എത്തുമ്പോൾ സെയിം സാധനം തന്നെ ആ സമയത്ത് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തിട്ട്. കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ സെയിം സാധനം. അപ്പം അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെയിം കണ്ടന്റ് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ഒന്നും അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അതായത് നമുക്ക് കണക്ഷൻ വളരെ പ്രശ്നം ഉള്ള ഒരു സിനിമയായിരുന്നു. അതെ. എന്തായാലും പക്ഷേ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഇതിലൂടെ തിരിച്ചു വരാൻ സാധ്യത കാണുന്നുണ്ട്. ഏത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തിരിച്ചു വരുന്നിരിക്കും. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന കഥാപാത്രമാവുന്ന സിനിമ കേട്ടോ. പിന്നെ മിന്നൽ മുരളി യൂണിവേഴ്സിൽ വരുന്ന സിനിമയും ഒരു ചെറിയൊരു കഴിവുകളൊക്കെ ഉള്ള ഒരാള്. അതെ, ഒരു കഴിവേറിയാണ് ചെറുതായിട്ട് അല്ലേ? ഇത് നമുക്ക് കിട്ടും. എന്താ കഴിവ് കഴിവേറി ഇത് ധ്യാൻ ശ്രീനിവാസന്റെ കിട്ടും പറഞ്ഞു. അങ്ങനെ ഞാനാണോടാ കഴിവേറി എന്ന് ചോദിച്ചിട്ടായിരിക്കും. പേരെടുത്ത് ഒരിക്കലും അത് കുറ്റമല്ല, നിങ്ങൾ നല്ലതായിട്ട് മാത്രം പറഞ്ഞതാണെന്ന്. അതെ. അടുത്തത് മമ്മൂട്ടി ജിതിൻ കെ ജോസ് മൂവി. സിനിമ ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറി ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റിയൽ ബേസ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ, ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ആളുടെ കഥയാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്, ചെറിയ മാറ്റങ്ങളോടെ. ആ വ്യക്തിയായിട്ടാണ് മമ്മൂക്ക വരുന്നത്. അതായത് നമ്മളിതിന് ആൾറെഡി ഇതിൻ്റെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നുള്ളത് വരെ പുറത്തുവിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ടൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം. നമ്മൾ അന്ന് ഇതിനെക്കുറിച്ച് പറയാൻ നേരത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി വില്ലൻ, വിനായകൻ നായകൻ, വിനായകൻ പോലീസുകാരൻ, സൈക്കോ കില്ലറായിട്ട് ആര് മമ്മൂക്ക. പിന്നെ റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ്, റിയൽ ബേസ് സ്റ്റോറിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതന്നെ മതിയല്ലോ, ഇനി എന്തിനാ അധികം പറയണേ. അപ്പോൾ ഈ ആളാരാണെന്ന് പുറത്ത് വന്നുകൊണ്ട് തന്നെ പറയാണ്, സൈനൈഡ് മോഹൻ. യെസ്, ഇതാണ് ആള് ചെയ്യുന്ന കഥാപാത്രം. ആ ക്യാരക്ടറായിട്ടാണ് മമ്മൂക്ക നമ്മുടെ മുന്നിലോട്ട് വരാൻ പോകുന്നത്. ഒരുപാട് സ്ത്രീകളെ കൊന്ന ഒരു മഹത് വ്യക്തിയാണ് ഇങ്ങനെ. ശരിക്കും പൂജിക്കണം അല്ലേ? അല്ല അങ്ങനെയല്ല, എന്തുവാണ് ഇത്? അല്ല അങ്ങനെ അല്ലേ നമ്മൾ പറയുന്നതിലൂടെ അങ്ങനെയല്ല കേട്ടോ. പൂവല്ല നമ്മൾ ഉദ്ദേശിച്ചത്, പൂവിന്റെ കൂടെ വേറെ കുറെ വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള പൂവ്. ആദ്യത്തെ അക്ഷരം മാത്രം പോവും, ബാക്കി ഏത് വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും ആള് തീർന്നിട്ടുണ്ടല്ലേ? തീർന്നതാണ്. ഓക്കെ, എന്തായാലും അപ്പോൾ ആ ക്യാരക്ടറായിട്ടാണ് ഇതിൽ മമ്മൂക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഈ സിനിമയുടെ പേര് തമിഴിലായിരിക്കും ടൈറ്റിൽ. ഇത് 2-3 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ്. വേണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് അക്ഷരം നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇല്ല,
പറഞ്ഞില്ലേ, പറഞ്ഞു കൊടുത്തില്ലേ? കമന്റ് നോക്കിക്കോണേ. ഇനി പേര് വന്നു. കമന്റ് ബോക്സ് ഫുള്ള് ഒരു സാധനത്തിൽ നിറഞ്ഞു കിടക്കും. പക്ഷെ വേറെ കാര്യം കേട്ടോ, ഈ സിനിമയുടെ ടൈറ്റിലാണ് ഇത്രയും കാലം ആർക്കും പിടികിട്ടാതെ പുറത്ത് വരാതെ ഇവർക്ക് സസ്പെൻസ് ആക്കി നിർത്താൻ പറ്റിയിട്ടുള്ളത്. സാധാരണ എപ്പോഴും മമ്മൂക്ക സിനിമ, മമ്മൂക്ക മാത്രല്ല ഏത് നമ്മൾ എല്ലാം ഇതിനകത്തൊരു സ്പെഷ്യൽ എന്ന് പറയുന്ന സാധനം. സാധാരണ മമ്മൂക്ക സിനിമയൊക്കെ ചെയ്യണ സമയത്ത് ഇവര് മാക്സിമം ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റണൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും. ഏറ്റവും കൂടുതൽ ലീക്ക് ആവുന്നത് മമ്മൂക്ക സിനിമേന്റെ ആയിരിക്കും. മറ്റുള്ള ഏതും പിടിച്ചു വെച്ച് തന്നെ കൊണ്ടുപോകും. ഇപ്പൊ നമുക്കൊക്കെ അറിയാമെങ്കിൽ പോലും ലാലേട്ടന്റെ സിനിമ തുടരും. ഇതിന് അങ്ങനെ എല്ലാവർക്കും ആ സാധനം കിട്ടിയിട്ടില്ലായിരുന്നു. അത് അവര് മാക്സിമം ഹൈഡ് ചെയ്ത് വെച്ച് തന്നെ കൊണ്ടുവന്നാ. പക്ഷെ ഒരു 2 ആഴ്ച മുമ്പൊക്കെ ഏതാണ്ട് പുറത്തു നിങ്ങളുടെ അതല്ലേ ആ കമന്റ് എന്തായിരുന്നു? അതാ ഞാൻ പറഞ്ഞ കമന്റ് സെക്ഷനിലോട്ട് ഇന്ന് അവർക്ക് ഇന്ന് കൊടുത്തേക്കുവാണ്. ഇന്നത്തെ ദിവസം കായും ഗീയും കൂവും ഒക്കെ കൊറേ വരും. ഒന്ന് മാക്സിമം ശ്രമിച്ചോ, പിടിച്ചോ. ഓക്കെ അപ്പൊ കളി ഇന്നത്തെ കൊണ്ടുപോകും എപ്പിസോഡ് ഉറപ്പല്ലേ. മാർക്കോ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ 40 CR. 40 CR എങ്ങനെയുണ്ടാ? 50 കോടിയിലേക്ക് എത്തുന്നു. യെസ്, അത് 5ാമത്തെ ദിവസമാണ് ഇന്ന് വരുമ്പോ. ഇന്നത്തെ കൂടി വരുമ്പോ എന്താണെങ്കിലും 50 കോടി. അപ്പം 2025 ലാസ്റ്റിലെ 100 കോടി സിനിമയും അല്ല. ഇത് മാത്രമായിരിക്കും പറയാൻ പറ്റില്ല. നാളെ ബാറോസ് വരുന്നു, പറയാൻ പറ്റും. ഒരിക്കലും ആ ഒരു സാധനത്തിൽ അവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് ഏറ്റവും കൂടുതൽ 100 കോടി ക്ലബ്ബുകൾ വന്നത് ഈ വർഷത്തിലാ. അതുമല്ല, മലയാളം സിനിമ ഇൻഡസ്ട്രി തോന്നുന്നു ഒരു 1500 കോടിന്റെ മുകളിലൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവുന്ന 2024 മൊത്തം ടോട്ടൽ കളക്ഷൻ. പരിപാടി നമ്മൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും അത്രയൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിൽ സിനിമകൾ ഇത്രയും കളക്ഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉണ്ടാവാറില്ല അങ്ങനെ സാധാരണ. അത് അഴിഞ്ഞാട്ടമായിരുന്നു 2024 മലയാള സിനിമേന്റെ എല്ലാ ലാംഗ്വേജിലും. അയ്യോ, ഒരു കാര്യം കൂടി പറയാനുണ്ടല്ലേ. അതായത് മാർക്കോ സിനിമ ഹിന്ദി വേർഷൻ ലീക്കായിട്ടുണ്ട്. അതായത് ഹിന്ദിയിൽ ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ. അത് അവരൊക്കെ ശരിക്കും ഇത്രയും അവരൊക്കെ കണ്ടുകൊണ്ടിരുന്ന കില്ലും അനിമലിനൊക്കെ അപ്പുറം ബ്രൂട്ടലായിട്ടുള്ള ഒരു സാധനമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും അവരുടെ തിയേറ്റർ മറ്റേ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് പറയുന്ന വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത്രയ്ക്കും അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സാധനം ലീക്കായിട്ടുണ്ട്. വലിയ റിവ്യൂസ് ഒക്കെ നല്ല അഭിപ്രായമാണ്. യെസ്, ഹിന്ദിയിൽ എന്ന് പറയുന്നത് തമിഴ് ഫാൻസിനാണത്. അത് പോട്ടെ, അവർക്ക് പുഷ്പക സൂപ്പർ അല്ലേ, പുഷ്പ ടൈപ്പ് സാധനം, ചപ്പി സാധനങ്ങളൊക്കെ അവർക്ക് അത് അവർ മാക്സിമം അവർ എൻജോയ് ചെയ്യും. കാരണം ആക്ഷൻ പോരാന്ന് എങ്ങനെയുണ്ട് അവരുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാടാ. പുഷ്പയില് കണ്ടില്ലേ കവുങ്ങ് കയറുന്ന ആ സാധനമൊക്കെയാണ് അവർക്ക് വേണ്ടത്. അല്ലാണ്ട് മറ്റുള്ള കവുങ്ങ കയറിയിട്ട് അപ്പുറത്തോട്ട് ചാടുന്നു, കഴുത്തേക്ക് അടിച്ച് പറിച്ചിട്ട് ചാടുന്നില്ലടാ. അത് നീ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ സാധനല്ലേ. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ്. എന്താ കരുതാന്നറിയോ, പുഷ്പ ഇനി കവുങ്ങ കയറിയിട്ടുള്ള ഫൈറ്റ് ഉണ്ടോ എന്ന് ചിന്തിക്കും. നീ സിനിമ കാണാതെ റിവ്യൂ ചെയ്തെന്നില്ലോ, വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തോ. പറയുന്നു ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളേ. തൊട്ട് മുന്നത്തെ കുറച്ച് ദിവസം. അതായത് ഒരു സ്ഥലത്തുനിന്ന് നേരെ കടിക്കുന്നു, കഴുത്തേക്ക് കടിക്കുന്നു, അടുത്ത സ്ഥലത്തോട്ട് ചാടുന്നു. ഇമാതിരി ചാട്ടം മാത്രം. അത് ജസ്റ്റ് മറ്റേ ഈ കവുങ്ങ കയറിയിട്ട് കവുങ്ങേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഒരു സംഭവം. ആ ഒരു സാധനം ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാണ്ട് സോംബിയായിട്ട് മാറുന്ന ഒരു സീൻ ഉണ്ട് അതില്. ഇത് കയ്യെ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ബുള്ളറ്റ് പോകുന്ന പോലെ പോയി അവരുടെ കഴുത്തിൽ ഇങ്ങനെ കടിച്ച് പറന്ന് ഇങ്ങനെ പോകും. അതൊക്കെ ഇനി ഞാൻ പറഞ്ഞുതരാം. കങ്കുവ സിനിമയില് ഒരു അമ്പെടുത്തിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. അത് പാമ്പ് ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം. അതേപോലെയായിരുന്നു പുഷ്പയില്. പുഷ്പൻ ഇങ്ങനെ വായും പൊളിച്ച് അങ്ങോട്ട് പോവുക, പാമ്പ് പോയ പോലെ നേരെ. അത് അല്ല, എന്തായാലും കങ്കുവൽ തൊട്ടല്ലേ ആ സമയത്ത് ഇത്രയും പാമ്പിനെയും അല്ല പാമ്പിനൊക്കെ പിടിക്കാൻ ഇവിടുന്ന് സമയം കിട്ടിയാവല്ലേ. അതൊക്കെ പോട്ടെ, ലോജിക്ക് നോക്കുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. അതായത് ഇത്രയും പേരില് ഒരാൾ മാത്രം
തീ ഏതാണ്ട് പിടിച്ചു, ആളുടെ ദേഹത്ത് മൊത്തം തീയായി. പക്ഷേ ആളുടെ കയ്യിൽ ഒരൊറ്റ അമ്പുള്ളൂ കേട്ടോ. ആ അമ്പ് നേരെ വിടുന്നത് ഈ തീ പിടിച്ച ആളുടെ നേരെ, വേറെ ആൾക്കെതിരെ യൂസ് ചെയ്യാതെ. അങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് കങ്കുവയിലൊക്കെ. സത്യമായിട്ടും ഫൈറ്റ് 2024 സിനിമകളൊക്കെ കാര്യം പറയുമ്പോൾ പറയേണ്ട സിനിമകൾ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഒരു സംഭവം കൂടിയാണ് കങ്കുവ. അത് വലിയ സംഭവമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നില്ലേ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് വേറെ എടുത്തോളിയാ. നീ തുറന്നില്ലല്ലോ. ഞാൻ ഇന്ന് തുറന്നായിരുന്നല്ലോ. എന്തായാലും സലാർ 2 ഞാൻ നേരത്തെ തുറന്നായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ വേറെ കിഴി എടുത്തോന്നും എനിക്കൊരു പിടുത്തമല്ല. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്തത് സലാർ 2 സിനിമയെ കുറിച്ച് നമ്മുടെ പ്രശാന്തിയിൽ പറഞ്ഞത്, ആളുടെ സലാർ 1 ആൾക്ക് അത്ര തൃപ്തി നൽകിയിട്ടില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഓട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ അല്ല, അപ്പോൾ എങ്ങനെയുണ്ട്, സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞവരൊക്കെ പടി പോയില്ലേ. ഇപ്പം ഡയറക്റ്റ് ചെയ്ത പ്രശാന്ത് നീല് തന്നെ വന്നിട്ട് പറയുന്നു സലാർ 1 എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ആ സാധനം തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എങ്ങനെയൊക്കെ പ്രശാന്ത് നീലിന്റെ KGF 2 ഒക്കെ നമ്മൾ കണ്ടിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു ലെവല് പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ ഇത് വെറുതെ കിടന്ന് കുറെ ടീമുകൾ കിടന്ന് കാറുന്നു. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതെന്താട്ടെ, പക്ഷേ ഈ സലാർ 1 അല്ലെങ്കിൽ തൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അത് കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത്, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ പറയാറില്ല, എന്നാൽ ഇത് ഞാൻ ഉറപ്പിച്ച് പറയുന്നതാണ്. ആ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ആൾറെഡി ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് കിട്ടാനുള്ളതാണ്. ദൈവമേ, അതായത് ലാലേട്ടൻ സലാർ 2 ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറന്നു കാണും. എന്തായാലും ആ റൂമർ വീണ്ടും വരുന്നുണ്ട്. നമ്മുടെ പ്രഭാസിൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ലാലേട്ടൻ ഇതിൽ വരുന്നത് എന്നുള്ളത് കിടക്കുന്നുണ്ട്. ഇപ്പൊ വേറൊരു സാധനം കത്തി. അപ്പൊ അടുത്ത് പറയും, അല്ലെങ്കിൽ നീ ഫുള്ള് വേറെ വഴിക്ക് പോകുന്നുണ്ട്. അല്ല, ഞാനേ പറയാനുള്ളത് എന്തായാലും വാങ്ങിത്തരാനല്ലേ, കൊലപാതകം നടത്താൻ അല്ലേ തന്നെ നീ ഇപ്പം മേടിച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിന്റെ കൂടെ കുറച്ചും കൂടെ കൂടി ഒരുമിച്ചൊക്കെ പോവാന്ന് എഴുതിയിട്ടായിരുന്നു. എന്തായാലും 2027 കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ? മാർച്ച് 27 വെട്ടുന്ന കുഴി പോലെ അല്ല അത്, മനസ്സിലായോ? ഒരു കാര്യം പറഞ്ഞുതരാം, ഈ സലാർ 2 കാണാൻ നമ്മളുണ്ടാവോ? അതല്ലേ ഞാൻ പറഞ്ഞത്. അത്ര ആ കുഴിയല്ലേ നീ വെട്ടുന്നത്? ഞാൻ വെട്ടിയിട്ടില്ല, എന്നെ വെട്ടാൻ സമ്മതിച്ചില്ലല്ലോ. ദൃശ്യം 2 കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ദൃശ്യം 2 അല്ല, ദൃശ്യം 3 വരും എന്നുള്ളത് ഓപ്പൺ ആയിട്ട് അങ്ങ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പം എപ്പോഴും കാത്തിരിക്കുന്ന, ഏതൊരു മലയാളി പ്രേക്ഷകനും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദൃശ്യം. അല്ലെങ്കിൽ അതിന്റെ അടുത്ത പാർട്ട് വരുന്നു എന്ന് കേൾക്കുന്നത്, അത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി സൂര്യ 44 സിനിമയുടെ ടൈറ്റിൽ ടീസർ നാളെ വരും. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. സൂര്യ 44 നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. കങ്കുവയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ നെഗറ്റീവില്ലേ, അത് മൊത്തം ഈ ഒരു സിനിമ കൊണ്ട് കഴുകി കളയുമെന്ന് കരുതുന്നു. തീർക്കണം അല്ലേ? തീർത്തില്ലെങ്കിലാണ് പണി കിട്ടാൻ പോണത്. അതെ, നമുക്ക് പ്രതീക്ഷ എന്തായാലും കാർത്തിക് സുബ്രാജിനുണ്ട്, അതുണ്ട്, ആ ഒരു പ്രതീക്ഷയുള്ളത്. പക്ഷേ സംഭവിക്കാലോ, എന്തും സംഭവിക്കാലോ അല്ലേ? നമുക്ക് പ്രതീക്ഷകള് ഇപ്പൊ കങ്കോ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അയ്യോ, ഭയങ്കര അതാ ഞാൻ പറഞ്ഞ ഭ്രാന്തമായ പ്രതീക്ഷയായിരുന്നു. നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന സംഭവങ്ങളാണ് പ്രശ്നം എപ്പോഴും. ഇനി ഇപ്പോഴും പറഞ്ഞുതരാം, ഇപ്പം നമ്മൾ മാർക്കോ സിനിമേൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടായിരുന്നു, അതിൻ്റെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രതീക്ഷയുണ്ട്, പേടിയുണ്ട്. അതെ, അതേ പേടി ഇപ്പോൾ ഇതിനുണ്ട്. ആ സാധനം തന്നെയാണ് ഇതിലുള്ളത്. ഇനിയുള്ള സിനിമകൾക്കൊക്കെ ആ സംഭവം ഉണ്ടാവും കേട്ടോ. കാരണം കിട്ടുമ്പോഴേ അറിയുള്ളൂ, പഠിക്കുള്ളൂ. അതാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഒന്നിലൊന്നല്ല, എത്ര സിനിമകൾ 2024 വന്ന സിനിമകളിൽ ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ പ്രതീക്ഷിച്ചു പോയ സിനിമകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ആശ്വാസം. നീ ഹിന്ദിയാണോ നോക്കിയാലേ ഇതിപ്പം ഹിന്ദിയിൽ ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാന്നാ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ബബ്ബ സിനിമേന്റെ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ. ഓക്കെ, ഇതിലും ഉണ്ട് കേട്ടോ നമ്മുടെ മുത്തുമണി. ഇപ്പൊ എവിടെ ഒരു സിനിമ വന്നാലും അതിനകത്തൊക്കെ ലാലേട്ടനാ.
അതായത് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഒരു ബസ് ഡ്രൈവറായിട്ട് അല്ല ബസ് മുതലാളിയായിട്ടൊരു സിനിമ അല്ലേ വാമനപുരം ബസ് റൂട്ട്. മോഹൻലാൽ ഫാൻസ്. അതല്ല, വാവ്. അടുത്തത് വാവ്. വാവ്. എടാ മറ്റേ ഇന്നസെന്റിനൊക്കെ അപ്പോ അതായത് എടാ വരവേൽപ്പ്. വരവേൽപ്പാണ്. ആ അതായത് നമ്മുടെ പഴയ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഗൾഫ് മോട്ടോഴ്സ്. ആ ബസ്സിന്റെ പേരെന്തായിരുന്നു? ഗൾഫ് മോട്ടോഴ്സ്. അതായിരുന്നു ആ പേരിൽ. ആ പേരിലുള്ള ഒരു ബസ് ഇതിലുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ബബ്ബയിലോ? വാവ്. വാമനപുരം ബസ് റൂട്ട്. അല്ലേ ഞാൻ അതില് ബസ് കണ്ടക്ടർ ആയിട്ടായിരുന്നു. ലിവർ ജോണി. എൻ്റെ മോനെ. എന്താണെങ്കിലും ബബ്ബ ലാലേട്ടൻ്റെത് ഒരു രക്ഷയില്ലാത്ത, നമ്മളെപ്പോഴും പറയുന്നത് തന്നെ കേട്ടോ, ലാലേട്ടൻ്റെ സിനിമകൾ ഇനി വരാനുള്ളതൊക്കെ ഒരു ലിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും. ഞാൻ ഫുള്ള് വൈബിലായിട്ട്, ഞാൻ ഫുള്ള് വൈബിലിരിക്കുകയാണ്. വേറെ എങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്നുണ്ട് ആശാൻ. നിർത്തടാ, നിർത്ത്. എന്നാ അതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീണ്ടും വരാം. ഇങ്ങനെയാണോ വൈൻഡപ്പ് ചെയ്യണേ? ഇവരെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കട്ടെ. ഇങ്ങനെയാണോ നീ വൈൻഡപ്പ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ബ്ലാഡി ഫുൾ. അപ്പം എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അതാണ് വേണ്ടത്. ഇത് വാവ്.